വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്തു. 2 ജീവനക്കാരുടെയും മൊഴിയെടുത്തു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു മെല്ലപ്പോക്ക് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വലിയ വിമർശനത്തിന് മറ്റും ഇടയാക്കിയിരുന്നു. ഇപ്പോഴത്തെ ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒഴിഞ്ഞ ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇല്ല എന്നായിരുന്നു പരാതി. ഇപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുകയാണോ അന്വേഷണ സംഘം? ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയെ, ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതിയെ, PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ മൊഴിയെടുക്കാനായി ഇവരെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം ദേവസ്വം വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥരും SITയുടെ സംശയ നിഴലിലുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് SITയുടെ സംശയം. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരിൽ ചിലർ വിദേശയാത്രകൾ നടത്തിയതിന്റെ സൂചനകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതടക്കമുള്ള ദിശകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്താണ് ഈ വിവാദങ്ങൾക്ക് കാരണമായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിന് ഈ കസ്റ്റോഡിയൻ 40 വർഷത്തേക്ക് ഈ അവിടുത്തെ എല്ലാ അറ്റകുറ്റപ്പണികളുടെയും കസ്റ്റോഡിയൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നതിനാലാണ് അദ്ദേഹത്തിന് അത് കൈമാറിയത് എന്ന വിശദീകരണമായിരുന്നു നേരത്തെ PS പ്രശാന്ത് മാധ്യമങ്ങളോടക്കം നടത്തിയത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത്തരം ദ്വാരപാലക ശില്പവും അതോടൊപ്പം സ്വർണ്ണപ്പാളിയും അത് മറ്റ് എല്ലാ പ്രധാനപ്പെട്ട, അതായത് 3 തരത്തിൽ തട്ടിപ്പ് നടത്താൻ ഇടവരുന്ന തരത്തിൽ പ്രധാനപ്പെട്ട ശില്പങ്ങൾ കൊടുത്ത് വിടുന്നതിൽ ഗൂഢാലോചന നേരത്തെ തന്നെ നടന്നിരുന്നോ എന്നാണ് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തുവിടുന്നതിനിടയിലാണോ ഈ സ്വർണം ഉരുക്കി മാറ്റിയത്? അത് ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണോ? കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾക്കോ അധ്യക്ഷനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നോ? മിനിറ്റ്സിൽ കൃത്യമായി സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ളത് ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ പരിശോധന SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കഴിഞ്ഞ ഭരണസമിതിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു ചോദ്യം ചെയ്യലിന്റെ രൂപത്തിലേക്ക് മാറുമോ എന്നതിലാണ് ഇനിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിക്കെതിരെയും വലിയ തരത്തിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റൊരു നടപടികൾക്കുമായി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നില്ല. അതേസമയം അന്വേഷണം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കഴിഞ്ഞ ഭരണസമിതിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള സുപ്രധാനമായൊരു തീരുമാനം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഡാന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുക്കും. ഇതിനിടയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഇന്നലെ രമേശ് ചെന്നിത്തല, നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു കേസിൽ വലിയൊരു ആരോപണത്തിൽ മൊഴി നൽകിയിരുന്നു. ഒരു വ്യവസായിയാണ് വിവരം അറിയിച്ചതെന്നൊക്കെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. 500 കോടിയുടെ ഇടപാടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്തതിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ആഗോള സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടതാണ് ശബരിമല വിഷയം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്ന ആരോപണങ്ങളിൽ SITക്ക് കുരുക്കായി മാറുന്നത്, അല്ലെങ്കിൽ SITയുടെ മുമ്പിൽ വെല്ലുവിളിയായി മാറുന്നത് ഒരു കാര്യമാണ്. അതായത് ഈ തൊണ്ടി മുതൽ എവിടെ, ഈ കട്ടുകൊണ്ടുപോയ മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെ, ആ സ്വർണ്ണമല്ല വീണ്ടെടുത്തിരിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ സ്വർണം എവിടെ പോയി? അമൂല്യ തരത്തിലുള്ള ഒരു ശേഖരണമായി അതിനെ കണ്ടുകൊണ്ട് അത് പുറത്തെത്തിച്ച് വിൽപ്പന നടത്താനുള്ള ഒരു നീക്കം ഈ തട്ടിപ്പ് സംഘം നടത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് രമേശ് ചെന്നിത്തല പങ്കുവച്ചിരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഒരു വ്യവസായി അദ്ദേഹത്തോട് പങ്കുവച്ച ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി രമേശ് ചെന്നിത്തല SITക്ക് കൈമാറിയിട്ടുണ്ട്. ഒരുപക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അത് ആരാണെന്നോ അദ്ദേഹം എവിടെയാണുള്ളതെന്നോ എപ്പോഴാണ് ഇത് പറഞ്ഞതെന്നോ ഒന്നും രമേശ് ചെന്നിത്തല പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. കാരണം അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു കാര്യമായതിനാൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും ഈ വ്യവസായിയിൽ നിന്ന്
ഇത്തരം സൂചനകൾ, ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ രമേശ് ചെന്നിത്തല കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വ്യവസായം നടക്കം SIT വിവരങ്ങൾ ശേഖരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന രാഷ്ട്രീയമായ വലിയ സമ്മർദ്ദങ്ങൾ, അതോടൊപ്പം അത് തീർത്തിരുന്ന ഊഹാപോഹങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലമാണ് നിലവിൽ. ആ ഒരു സാഹചര്യത്തിൽ പരമാവധി അന്വേഷണം അതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി സമയപരിധി നീട്ടി നൽകിയിരുന്നു. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ തന്നെ പരമാവധി ആളുകളെ ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള വലിയൊരു ദൗത്യമാണ് ബാക്കിയാകുന്നത്. അതായത് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന കാര്യം കൃത്യമായി തന്നെ SIT കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സാമ്പത്തിക ലാഭം പറ്റിയതിൽ, അതായത് ഇതിൻ്റെ വിഹിതം പറ്റിയവരിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. അത് തേടിയാണ് ഈ പരിശോധന മറ്റ് തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. അതോടൊപ്പമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ദേവസ്വം വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് SIT കണ്ടെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ ചില വിദേശ യാത്രകളിൽ അടക്കം SITക്ക് സംശയമുണ്ട്. ആ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വീണ്ടും സജീവമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.